പനി നീർമണിയ കളിരു മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മോഹൻലാൽ, ശങ്കർ, പൂർണിമ എന്നിവരുടെ സാന്നിധ്യവും ജെറി അമൽദേവിന്റെ മാസ്മരിക സംഗീതവും കൊണ്ട് മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടിയ ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പുറത്തിറങ്ങുന്നത്. മോഹൻലാൽ, ശങ്കർ, പൂർണിമ എന്നീ താരങ്ങളുടെ ആദ്യ ചിത്രവും ഫാസിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രവുമാണിത്. അന്ന് സിനിമ കണ്ട ശേഷം പ്രേക്ഷകരിൽ പലരും ശ്രദ്ധിച്ചത് സിനിമയിലെ വില്ലനെയായിരുന്നു. മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു തോളും ചെരിച്ച് നടന്നു കയറിയ മോഹൻലാൽ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി നായകനേക്കാൾ വില്ലൻ ചർച്ചാ വിഷയമായി. അങ്ങനെ മോഹൻലാൽ മലയാളിക്ക് സ്വന്തമായി. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ നിന്നും വേറിട്ട ശ്രവ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മിഴിയോരം എന്ന ഗാനം. ബിജു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം നൽകിയ ഗാനം ആലപിച്ചത് എസ് ജാനകിയാണ്. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിന്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ ഈ ഗാനത്തിന് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് ആദ്യം ഇളം പൂക്കൾ എന്നായിരുന്നു. പിന്നീട് സിനിമയ്ക്ക് വേണ്ടി ബിജു തിരുമല രചിച്ച വരികളിൽ നിന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന ടൈറ്റിൽ മാറി. ഈ സിനിമ സ്വന്തമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ 6 അവാർഡുകളാണ്. മികച്ച കലാമൂല്യമുള്ള ചിത്രമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടിയായി പൂർണിമയും, മികച്ച സംഗീത സംവിധായകനായി ജെറി അമൽദേവും, മികച്ച ഗായകനായി യേശുദാസും ജാനകിയമ്മയും, മികച്ച പശ്ചാത്തല സംഗീതത്തിന് ഗുണ സിംഗും തിരഞ്ഞെടുക്കപ്പെട്ടു. വർഷങ്ങൾക്കു ശേഷം ഈ എവർഗ്രീൻ ഗാനത്തെ റീമാസ്റ്റർ ചെയ്ത് ചിദംബരം സംവിധാനം ചെയ്ത ജാനേമൻ എന്ന ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. പഴയ ഗാനത്തിന് ഒരു മങ്ങലുമേൽക്കാതെ, പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ ചിത്രത്തിൽ ഈ ഗാനം ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിലെ യുവതാരനിര തന്നെ അണിനിരന്ന കോമഡി എന്റർടൈനർ ആയിരുന്നു ജാനേമൻ.